അർജന്റ് മാറ്റർ മുതലാളി. നമ്മൾ അകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡറും വാങ്ങിച്ച് പോലീസിനെ കാവൽ നിർത്തി അവൻ അകത്ത് കയറി നിൽക്കുക. ആവശ്യത്തിന് ഗുണ്ടകളുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവന്റെ കൈയും കാലും തല്ലി ഓടിക്ക്. അകത്ത് കയറിയല്ലേ തല്ലി ഓടിക്കാൻ പറ്റുള്ളൂ. പുറത്തിറക്കിട്ട് അടിക്കടാ. എന്റെ മുതലാളി അടി കൊള്ളാൻ വേണ്ടി ആരെങ്കിലും പുറത്തിറങ്ങി വരുമോ? അത് കാണിക്കാൻ പറയടാ. ആ കോർട്ട് ഓർഡർ അത് തട്ടിപ്പറിച്ചിട്ടോട്. അപ്പൊ അവൻ പുറകെ വരും. അപ്പൊ നമുക്ക് അവനെ അവിടെ ഇട്ട് അടിക്കാം. ഓക്കെ മുതലാളി. ഹോ, ഈ മുതലാളിയുടെ ഒരു ബുദ്ധിയേ. വെറുതെ അല്ല ഞാനൊന്നും മുതലാളിയാവത്ത്. അല്ല സാർ, ആ കോർട്ട് ഓർഡർ ഒന്നുകൂടെ കാണാമായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാ. അന്നേരം ഞാൻ കണ്ണട എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എടുത്തിട്ടില്ല. അതെല്ലാം ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞത്. സാറേ അത് കാണിച്ചു കൊടുത്തു. ഇവിടെ കൊണ്ടുവന്നേ. നോക്കിട്ട് വേണ്ട, ഇത്രേ കാര്യമുള്ളൂ. അല്ല സാറേ, ഇതിന്റെ സാധനം ഞാനേ വീട്ടിൽ പോയി കണ്ണെടുത്തിട്ട് വാങ്ങിക്കാം. നീ വീടിന്റെ പുറത്ത് ഇറങ്ങില്ല. പുറത്തിറക്കാണ്ട് വിദ്യയൊക്കെ ഞങ്ങളുടെ മുതലാളിയുടെ മസിലും പരിപ്പിച്ച് നടക്കുകയാണ്. ആരോട് ചോദിച്ചാ നീ കൂളിക്കാത്ത് വെച്ചത്? തൊട്ടാളെ ആള് കേറാനുണ്ട്, ആള് കേറാനുണ്ട്, ആള് കേറാനുണ്ട്. കൊല്ലില്ല റാണി. വെള്ളമടിക്കുന്നു മരിക്കുന്നു. വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കാം. കച്ചവകള് എവിടെ ഒന്ന് അങ്ങാട് പിടിച്ച ഇങ്ങാടും. ഈ മുതലാളിമാരും മദ്യം ഒരുപോലെയാണ്. മനുഷ്യനെ നിലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. ലാസ്റ്റ് ബസ് പോയാ? ലാസ്റ്റ് ബസ് ഒരെണ്ണം പോയി. പേടിക്കണ്ട, ലാസ്റ്റ് ബസ് ഇടക്കിടക്കുണ്ട്. ഞാൻ സഹായിക്കണോ? വിരോധമില്ലെങ്കിൽ ഒന്ന് പിടിച്ചോ. ശരി. താനും പിച്ചാണല്ലേ? താനി ചോവറാ. ഞാനാ അടുത്ത ലാസ്റ്റ് ബസ് വന്ന് വണ്ടിക്ക് ടാറ്റ കൊടുക്കണം. മാറിക്കങ്ങട് വണ്ടിക്ക് അടവയ്ക്കാതെ. നിർത്തടാ. നിർത്തി ഇവിടെ കൈയടിച്ച് അവിടെ കൊണ്ടുവന്ന് എന്താ ആൾക്കാരത്? വാ, വണ്ടി വന്ന്. റാണി മോളെ ചേട്ടോ പോരുന്നുണ്ടോ? ഇയാള് വെറുതെ കൈ കാണിച്ചത് ഞാൻ, കയറ്റിക്കൊണ്ടുപോയത് വേറെ ഒരുത്തന്. മണ്ടന്മാര് റാണി കുടി. അടുത്ത ലാസ്റ്റ് ബസ് വരുമ്പോ പോകാട്ടാ. വണ്ടി വന്നിട്ട് റാണി. ആള് കയറാണ്ട്, ആള് കയറാണ്ട്. നിർത്തി 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 നിർത്തി. ഇനി എവിടെ നിർത്താൻ പോണെന്ന് എനിക്കറിയാം. പ്രൈവറ്റ് ബസ്. ഇയാളെന്തുട്ടി കാണിക്കണത്? കൈ കാണിച്ച് കളിയാക്കണം. വെള്ളമടിച്ച വയറ്റി കിടക്കണം. കള്ളൂടിയ ഇതാണ്. അവിടെ കൈ കാണിച്ചാൽ ഇവിടെ നിർത്തും. ഇവിടെ വന്ന് നിന്നാ വണ്ടി അവിടെ നിർത്തും. എന്നിട്ട് കുറ്റം കള്ളിന്. ചീറ്റണണ്ടല്ല. പാമ്പാണാ? ഹലോ, ഈ പാമ്പായിരുന്ന? നീ ഇതുവരെ പോയില്ലേ? എങ്ങനെ പോകാനാണ്? ഞാൻ തന്നെ കാത്തിരിക്കില്ലായിരുന്ന. 10 മണിക്ക് വരും മുതലാളി പറഞ്ഞു. 10 ആയിട്ടില്ല, 3:30 ആയിട്ടുള്ളൂ. അതല്ല, രാത്രി 10 മണിക്ക് വരും പറഞ്ഞ് ബോറടിച്ച് ഞാൻ കള്ളു കുടിച്ചു. ഹലോ, ഓട്ടോ ഇപ്പൊ പോവോ? എവിടെ പോവാനാ? ഈ പാതിരാത്രി ഓട്ടോ വിളിച്ച് ഞാനവിടെ പോവാണ്. എനിക്ക് ഗേറ്റ് എടുക്കാൻ പോണം. ഗേറ്റ് എടുക്കാൻ ഓട്ടോ വിളിച്ചാണ് അവിടെ പോണത്. നടന്നു പോയി എടുക്കണോ? മുതലാളി വാ. എന്താടാ നട്ടപ്പാതിരൊക്കെ മീറ്റിംഗ്? ഇവരിപ്പോ വന്നോളൂ മുതലാളി. വന്നത് ഞാൻ കണ്ടില്ലേ. എന്താടാ ഇത്? റാണിക ബിയർ. റാണിക ബിയർ രാത്രി ഭാസ്കര മുതലാളി വിളിച്ചു പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. നല്ല മനോവിഷമുണ്ട് മുതലാളിക്ക്. എന്നാ കൊണ്ടുപോയി കൊടു. പിന്നെ വണ്ടി കഴുകി റെഡിയാക്കിയിട്. രാവിലെ ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് പോകാനുള്ളതാ. ഇതെന്തിനാ എന്നെ തന്നത്? വണ്ടി കഴുകാൻ. വണ്ടി രാവിലെ കഴിയാൻ മതി. ഞാൻ ആദ്യം ചെന്ന് ഓട്ടോ പറഞ്ഞു വിടാൻ നോക്കും. മുതലാളി, ഓട്ടോ കൊടുക്കാൻ പൈസ ഇല്ല. എടോ കിടക്കപ്പള്ളേ, ആ ഓട്ടോയുടെ കാശ് കൊടുത്ത് പറഞ്ഞയച്ചേക്ക്. ശരി മുതലാളി വാ. ഈ ഓട്ടോക്കാരന് 100 രൂപ കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എടോ, തന്റെ ഓട്ടോ കാശ് ബാക്കി വെച്ചോ. 100 രൂപ? പിന്നെ 6000 രൂപ. എന്തോ 6000? താനെന്താണ് ഈ ഓട്ടോ വില കൊടുത്ത് മേടിച്ചാ? ഞാൻ വാങ്ങിച്ച ഓട്ടോ കൂലി എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ വരാൻ 6000 രൂപ. എറണാകുളം സ്റ്റാൻഡിൽ നിന്നല്ല, കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ച വണ്ടിയാ. കോഴിക്കോടുന്നാ? എടോ, കോഴിക്കോടുന്ന് ആരെങ്കിലും ഓട്ടോ വിളിച്ച് ഇവിടെ വരുവോ? ഞാൻ വന്നില്ലേ? ഓ, തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല. ഗ്യാപ്പ് കിട്ടണ്ടേ?
ബാക്കിലിരുന്ന് എന്തൊരു തെറിയായിരുന്നു. എന്തിനാണോ പാവത്തിന് തെറി പറഞ്ഞത്? എന്നല്ല, ഏതോ ഒരു വിക്രമനാ. ആ തനിക്കാൻ വെച്ചിട്ടില്ലട്ടാ. വിക്രമൻ ഇന്നലെ വരെ, ഇന്ന് മാറി. വാഴൂർ ജോസ് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും കണക്ക് ശരിയായിട്ടില്ല. കോഴിക്കോട് നിന്ന് ഇവിടം വരെ വരാൻ 200 കിലോമീറ്റർ, 3000 രൂപ. ബാക്കി 3000ത്തിന്റെ കണക്കെന്താ? അപ്പൊ എനിക്ക് തിരിച്ചു കോഴിക്കോടേക്ക് പോണ്ടേ? എനിക്ക് നിർബന്ധമൊന്നുമില്ലടോ. അത് ശരിയാവില്ല, ഞാൻ മുതലാളിയോട് പറഞ്ഞോളാം. മുതലാളി 6000 രൂപയല്ലേ? ആ അതിന് മൊണതാലി എന്ന് വിളിക്കുന്നതിനാണ് 6000 തികച്ചുണ്ട്. ഞാനും എന്റെ കോഴിക്കോട്. അതെന്തിനാ? എടോ, വണ്ടി എന്തായാലും കാലിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവല്ലേ, അങ്ങനെ ചുമ്മാ കൊണ്ട് നമ്മുടെ 3000 രൂപ തിന്നണ്ട. വന്ന് വണ്ടി കയറാ. എടാ വിക്രമാ, ഓ എന്താ കഴിഞ്ഞില്ലടാ? കഴിഞ്ഞു മുതലാളി. 3000 കൊണ്ട് തിന്നോട്ടാ. എടോ സെക്യൂരിറ്റി, ഇവരെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടച്ചാ. താനെന്താണോ മണിയടിച്ചോണ്ട് ഓടുന്നത്? എടാ ജഗ്ഗു, മുതലാളി കാറിൽ നിറങ്ങുമ്പോ പടക്കം കൃത്യമായിട്ട് പൊട്ടണം. ഠമാർ, ഠോ, ഠേ, ഠോ. അച്ഛാ, അച്ഛാ. അത് ശരി. അപ്പൊ അച്ഛനും മോനും കൂടി ഇവിടെ കിടന്ന് ചവിട്ടാടാ കളിക്കേ? അയ്യേ, ഞങ്ങൾ അച്ഛനും മോനൊന്നും അല്ല, ഇവൻ ബീഹാറുകാരൻ. ഭഗവാനെ, ഒരു പടക്കത്തിന് നീ കൊടുക്കാൻ പോലും മലയാളിനെ കിട്ടാണ്ടായ, അതിന് നീ ബീഹാറിൽ നാളെ ഇറക്കിയ. സാറിന് ഇപ്പൊ എന്നാ വേണ്ടേ? അല്ല, മുതലാളിയും ഭാര്യയും വരുമ്പോ പടക്കം കൃത്യമായിട്ട് പൊട്ടണം, അല്ലേ? ഇപ്പൊ പൊട്ടിക്കേണ്ടത് നിന്റെ കരണക്കുറ്റി. എടാ, ഭാര്യയല്ല, വൈഫ്. രണ്ടും ഒന്നല്ലേ? ഒരിക്കലും അല്ല. ഒരാൾ ഭാര്യയും ഒരാൾ ഭർത്താവും, അല്ലേ? എടാ, നിന്റെയൊക്കെ പോലെ ആപ്പൂപ്പ ഭാര്യമാരല്ല ഇത്. നല്ല പഠിപ്പും ഇംഗ്ലീഷും ഒക്കെ ഉള്ള മാഡമാണ്. ആ, കേട്ടല്ല? ഭാര്യ ആപ്പ ഊപ്പനാഗി ഹേ വൈഫ്. മുതലാളിയും വൈഫും വരുമ്പോ നീ തീ കൊളുത്തണം. അച്ഛനല്ല, മുതലാളിയും വൈഫും ഇവന്മാർ ഇതെല്ലാം കൂടെ കൊളവാക്കും തോന്നുന്നു. ബാനിച്ചിന്റെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ അവർക്ക് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അതെ, പറഞ്ഞത് കേട്ടല്ല, ഞാൻ പറഞ്ഞതാണ് ടൈമിംഗ്. പടക്കം തീർന്ന ബാൻഡ് തുടങ്ങണം. ആ ടൈമിങ്ങിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ 10 പൈസ ഞാൻ തരത്തില്ല. അപ്പൊ പടക്കത്തിന്റെ ടൈമിംഗ് തെറ്റിയാലേ? ആ ചോദ്യത്തിന് തന്നെ ടൈമിംഗ് തെറ്റി. എടാ, നിന്നെയൊക്കെ പോലെയല്ല പടക്കം. നിന്റെയൊക്കെ കൊട്ട് പരാജയപ്പെടുമ്പോഴാണ് പൊട്ടിപ്പോകുന്നത്. പക്ഷെ പടക്കം പൊട്ടുമ്പോഴാണ് സക്സസ് ആവുന്നത്. റസാക്കേ, വാ. താങ്ക് യു. സാറ് വിഷമിക്കണ്ട, എപ്പ പടക്കം തീർന്നേണ അപ്പ ബാൻഡ് തുടങ്ങി. പടക്കം തീർന്നില്ലെങ്കിൽ ബാൻഡ് തുടങ്ങില്ല. അതെ, വന്ന് മതി മതി, നിർത്ത്, എല്ലാവരും നിർത്ത്. അവിടെത്തി. ഞാൻ പടക്കത്തിന് കാര്യം നോക്കാം. ബീഹാറി, പടക്കം. എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്? നിർത്തടാ. നിർത്താൻ പറ്റില്ല, നീ കൊടുത്തു പോയി മുതലാളി. വെള്ളം കോരി ഒഴിച്ച് നിർത്തടാ. കല്യാണം മുടങ്ങി വിഷമിച്ച് വരുമ്പോഴാണോടാ നീയൊക്കെ പടക്കം പൊട്ടിച്ച് അളവാദിക്കുന്നത്? ദൈവമേ, കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങിയ എടാ, പടക്കം പൊട്ടിക്കൽ നിർത്തടാ. എങ്ങനെയെങ്കിലും ഒന്നും നിർത്താൻ പറയണം. അത് പോയി തീർന്നാലേ നിൽക്കുള്ളൂ. എടാ, ബീഹാറിൽ പറയണം. ഇവിടെ പടക്കം പൊട്ടെ ബീഹാറിൽ പോയി പണ്ട് വല്ല കാര്യമുണ്ടാ? എടാ, ബീഹാറി ഭാഷ പറയണം. ആ, നിന്ന കഴുതകള് എന്ത് പറ്റി? ടൈമിംഗ് ശരിയായില്ലേ? ടൈമിംഗ് മൊത്തം പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, പടക്കത്തിന്റെ ടൈമിംഗ് ശ്രദ്ധിക്കണം. പടക്കത്തിന്റെ കാര്യം നീ വേണ്ടി പോയി. എല്ലാത്തിനെയും ഉടനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. മരത്തലയന്മാരെ. വളരെ ഉപകാരം. മുതലാളി ക്ഷമിക്കണം, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്താ. പക്ഷേ പാളിപ്പോയി. പോയി. പാവം മുതലാളി.